നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. അപ്പോഴേ നമുക്കിന്ന് നല്ല നാടൻ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? നമ്മൾ കഷ്ണങ്ങളൊന്നും ഇടാതെ തൈര് മാത്രം ചേർത്ത് നല്ല അടിപൊളി പുളിശ്ശേരിയാണ് കേട്ടോ. അത് മിൽമയുടെ നല്ല കട്ട തൈരാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, ഒരു 5-6 പച്ചമുളക്, 2 ഉണക്കമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, ഇഞ്ചി കൊത്തി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടത്. പിന്നെ വേണ്ടത് തേങ്ങ, കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, 2 അല്ലി വെളുത്തുള്ളി. ആദ്യം തന്നെ ആ തൈരൊന്ന് ഉടച്ചെടുക്കാം, മിക്സിയിലിട്ടൊന്ന് വെക്കുക. പിന്നെ അതിലേക്ക് തന്നെ തേങ്ങയും കൂടെ നന്നായി അരച്ച് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. വെള്ളം വളരെ കുറച്ച് ചേർത്ത് ആ അരപ്പൊന്ന് അരയാൻ വേണ്ടി മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പുളിശ്ശേരി വെള്ളമായി പോവും, അത് വേണ്ട. പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക് ഇടുക. കടുക് നന്നായി മൂത്ത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ കിടിലൻ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 നുള്ള് ഉലുവയും ഇട്ട് കൊടുക്കാം. ഉലുവയും മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഉണക്കമുളക്, ആ പച്ചമുളക്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ, പിന്നെ കറിവേപ്പില, അത്രയും സാധനങ്ങൾ പറയാൻ മറന്നുപോയി. അത്രയും സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ കടുക് വറുക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചിയും എക്സ്ട്രാ ചേർക്കുന്നത് മാത്രം. അപ്പോൾ അത് നന്നായിട്ടിട്ട് ആ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ മൂത്ത് വരുന്ന വരെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് വറുക്കാനിട്ട സാധനങ്ങളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. കണ്ടോ, ചുവന്നുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്ക് നല്ലപോലെ കട്ട പിടിക്കും. അതിലേക്ക് 1 നുള്ള് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ഈ പുളിശ്ശേരിയുടെ കളറൊന്നും മാറാൻ, ഇല്ലെങ്കിൽ മഞ്ഞ കളറിലിരിക്കും. എനിക്ക് ആ മഞ്ഞ കളർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടൊരു റെഡിഷ് കളർ വരാൻ വേണ്ടി. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ അരപ്പും തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കുക എന്ന് പറഞ്ഞാൽ പുളിശ്ശേരി നമ്മൾ തിരിച്ചും മറിച്ചും അങ്ങോട്ട് 2 രീതിയിലേക്കും ഇളക്കരുത്. ഒരു സൈഡിലേക്ക് മാത്രമേ ഇളക്കാവുള്ളൂ. അത് ക്ലോക്ക് വൈസ് എന്നൊക്കെ പറയാമല്ലേ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടുണ്ടെങ്കിൽ തൈര് പിരിയും. അപ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല, കഴിക്കാനൊരു രുചിയില്ല. അപ്പം നമ്മൾ കൈ എടുക്കാതെ ഇളക്കി വേണം ഈ പുളിശ്ശേരി ഉണ്ടാക്കാൻ. ഇത് എളുപ്പമാണ്. ഈ ഇളക്കുന്ന ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ടൈം പോകുന്നത്. ബാക്കി ഈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. കൈ എടുക്കാതെ ഇളക്കണമെന്ന് പറഞ്ഞത് ഇത് പെട്ടെന്ന് അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിയും. ആ പിരിയാതിരിക്കാൻ വേണ്ടി ഇളക്കി അതിനെ നല്ലപോലെ ആ തേങ്ങയുടെ എല്ലാം കൂടെ നല്ല മൂപ്പിച്ച്, തേങ്ങയൊക്കെ അരപ്പൊക്കെ ഒന്ന് വേവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. അങ്ങനെ കൈ എടുക്കാതെ പുളിശ്ശേരിയെ നല്ല ഇളക്കി അതിനെ അങ്ങ് നല്ല കൂട്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ആ തിള ഇങ്ങനെ വരുമ്പോഴത്തേനും തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡും കൂടെ ഒന്ന് ഇളക്കിയിട്ട് വേണം തവി മാറ്റാൻ വേണ്ടിയിട്ടേ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നല്ലപോലെ, അതുപോലെ നല്ല ഉറച്ച് നല്ല കട്ട പുളിശ്ശേരി ആയിട്ടിരിക്കും. അപ്പോൾ അത് കണ്ടോ, പതഞ്ഞ് വരുന്നുണ്ട്. തിളയ്ക്കാൻ സമ്മതിക്കരുത്, തിളച്ചാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ആ പത വരുമ്പോഴത്തേനും ആ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അതിന് ശേഷം ഒരു 2 സെക്കൻഡും കൂടെ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പുളിശ്ശേരി, കിടിലൻ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അത് പാത്രപ്പാകമാകുമ്പോൾ വേറൊരു പാത്രത്തിൽ ഞാനിപ്പോൾ ചട്ടിയിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, കാണാൻ അടിപൊളിയാണ്, കഴിക്കാനാണെങ്കിലോ കിടിലനാണ്. സൂപ്പർ പുളിശ്ശേരിയാണ്, നല്ല നാടൻ പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ഈ നാടൻ പുളിശ്ശേരി, അതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുളിശ്ശേരിയാണ്, ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.